ജനിച്ച് 3.5 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അവന്റെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു. ഞാനും അവന്റെ അപ്പൂപ്പനും മാത്രം മതിയായിരുന്നു. കാഴ്ചകൾ കാണാനും കളിക്കാനും ഒക്കെ ഞങ്ങൾ മതിയായിരുന്നു അവന്. അപ്പുവിന്റെ 3 വയസ്സിലാ അവന്റെ അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയത്. എല്ലാ അവധിക്കും വരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് യാത്ര മുടക്കും. ഇപ്പൊ 2 ആഴ്ച നിൽക്കാൻ തയ്യാറായിട്ട് അവളും അപ്പവും വരുന്നത്. നന്ദന് ലീവില്ലത്രേ. വലിയ ഓഫീസറല്ലേ, ഒറ്റയ്ക്ക് ഒരിടത്തും പോവാത്ത കുട്ടിയാ. ഇപ്പൊ എന്തൊരു ധൈര്യം, തനിച്ചാണ് ഓരോ സ്ഥലത്ത് പോകുന്നതെന്ന്. നന്ദൻ അവിടെ ജോലി തിരക്കിലല്ലേ. അപ്പൊ അവളുടെ അപ്പുവിന്റെ കാര്യത്തിന് അവൾക്ക് ഒറ്റയ്ക്ക് പോയല്ലേ പറ്റൂ. ഇവിടെ ആയിരുന്നപ്പോ എന്തിനും ഏതിനും അച്ഛനോ ഞാനോ കൂടെ വേണം. അതങ്ങനെ ആയമേ, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടും എന്നല്ലേ പ്രമാണം. അതെ അതെ. ആയമേ, അവരെ വിളിക്കാൻ എയർപോർട്ടിൽ പോണ്ടേ? അവര് യൂബർ വിളിച്ച് വന്നോളാന്നാ പറഞ്ഞേ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാ വിളിക്കാനും യാത്ര അയക്കാനും ഒരു പട തന്നെ കാണും. ഇപ്പൊ ഡെയിലി ബസ് യാത്ര പോലെയായി. കാലത്തിന്റെ ഓരോരോ മാറ്റങ്ങളെ. അതെ അതെ. നന്ദേട്ടാ, എത്തിയിട്ട് കുറച്ച് നേരമായി. യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ അമ്മ ഭയങ്കര സന്തോഷത്തിലാ. കുറെ നാളായില്ലേ കണ്ടിട്ട്. അപ്പോ അവൻ ആസ് യൂഷ്വൽ പരിപാടി തന്നെ. ആയമ മാറിക്കേ, ഞാൻ ചെയ്യാനേ. അയ്യോ, അത് ശരിയാവൂല. അധികം മൊരിയാൻ പാടില്ല. അതിനൊക്കെ ഒരു പാകമുണ്ടേ. അപ്പുന്റെ ഇഷ്ടം എനിക്കല്ലേ അറിയൂ. ഞാൻ തന്നെ ചെയ്തോളാം. നീ പായസം അടി പിടിക്കാതെ ഒന്ന് ഇളക്ക്. ആയമേ, ഞാൻ ഇറങ്ങാണേ. നിക്ക്. ഇത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയും മോളും കൂടെ കഴിച്ചിട്ട് ജോലിക്ക് പോയാൽ മതി. കുറച്ച് താമസിക്കുമെന്നേ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞേരെ. പിന്നെ അല്ലാതെ ആയമയുടെ കൈ കൊണ്ടുള്ള സദ്യ കൊണ്ടിട്ടേ ഉള്ളൂ ഇനി എന്തും. ലക്ഷ്മി ചേച്ചി, ഇത് നിനക്ക് മോക്കുള്ളതാണേ. അവളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ ഫസ്റ്റാ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ 10th. ലക്ഷ്മിയെ കുറിച്ചും മോളെ കുറിച്ചും അമ്മ ഫോണിൽ പറഞ്ഞ അറിവേ ഉള്ളൂ. ഒരു ഉദ്ദേശ അളവിൽ എടുത്തതാണേ. ഇട്ട് നോക്കിയിട്ട് വിളിച്ചു പറയണം കൊള്ളാമോന്ന്. ശരി ചേച്ചി. ഓക്കെ. ആഹാ, ഉണ്ണിയപ്പവും പായസവും ഒക്കെ ഉണ്ടോ? ഹലോ. മോനെ അപ്പു, നോക്കടാ, നിനക്ക് ഇഷ്ടമുള്ള പാൽപ്പായസവും ഉണ്ണിയപ്പവും കഴിക്കടാ മോനെ. കഴിക്കേ. അതിന്റെ ഇടയ്ക്കാണ് അമ്മയുടെ ഒരു ഉണ്ണിയപ്പവും പായസവും. ഞാൻ വെക്കേഷന് വരുന്നില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ തിരിച്ചു വിളിക്കാടി. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. പിന്നെ അപ്പു എന്തായി കാണിച്ചേ? ഒരു 1000 പോയിന്റ്സ് എത്താറായപ്പോ അമ്മ എന്റെ ടാബ് പഠിച്ചു വാങ്ങിച്ചു. ഒരു 1000 പോയിന്റ്സ് എത്തി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇടാൻ പോയിരുന്നു. ഒരു ഉണ്ണിയപ്പവും പാൽപ്പായസവും. This is too much. നിനക്ക് ഇത്ര കൂടുന്നുണ്ടേ അപ്പു? അമ്മേ, അവൻ വീഡിയോ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ഞാനായാലും നന്ദേട്ടനായാലും അവനെ ശല്യം ചെയ്ത പിന്നെ വലിയ ബഹളമാണ്. സാധാരണ അവനുള്ള ആഹാരം ഡൈനിങ് ടേബിളിൽ വെക്കാറാ പതിവ്. അവന് വിശപ്പ് തോന്നുമ്പോൾ അവനെടുത്ത് കഴിച്ചോളും. അതാ ശീലം. അമ്മയെ അങ്ങനെ ചെയ്താൽ മതി.
ഫുഡ്. അതിനിവിടെ ആരും ഫുഡ് ഓർഡർ ചെയ്തില്ലല്ലോ. കൽവീണ ഇതല്ലേ? അഡ്രസ്സൊക്കെ ശരി തന്നെയാ. ആ അമ്മേ, ഫുഡ് ഓർഡർ ചെയ്ത് ഞാനാ അമ്മേ. അപ്പൂന് ഈ ചോറും കറികളൊന്നും തീരെ ഇഷ്ടമല്ല അമ്മേ. അവൻ ശരിക്കും കഴിക്കണമെങ്കിൽ വല്ല ബർഗറോ പിസ്സയോ ഷവർമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സദ്യ ഒരുക്കി വെച്ചത് മുഴുവൻ വെറുതെയായി. ഞാൻ അമ്മ ഉണ്ടാക്കി തന്ന സദ്യ കഴിക്കും, അത് പോരെ. നീ ചുമ്മാ വെറുതെ കള്ളം പറയല്ലേ. സത്യം ഞാൻ പണ്ടേ പറയാറില്ലേ, അല്ലേലും അവൾക്ക് ഇത്തിരി ജാട കൂടുതലാ. അവളുടെ മോക്ക് മാത്രമേ വെസ്റ്റേൺ ഡാൻസ് അറിയുള്ളൂ എന്നാ അവളുടെ വിചാരം. ഒരു മിനിറ്റ്. എന്താ അമ്മേ? അത്താഴം കഴിക്കുന്നില്ലേ? ഓ, എനിക്കിനി ഒന്നും വേണ്ട അമ്മേ, ഇത് തന്നെ ധാരാളം. ഇല്ല തിരക്കൊന്നുമില്ല. അമ്മ ഡിന്നർ കഴിക്കാനായിട്ട് വിളിച്ചതാണ്. അല്ലേലും അവളിപ്പോ മോളേക്കാൾ കൊച്ചെന്നാ വിചാരം. കറക്റ്റ്. ഗുഡ് മോർണിംഗ് ആയമേ. ഗുഡ് മോർണിംഗ്. ഇതെന്താ ആരും എണീറ്റില്ലേ? ഇല്ല, ഇന്നലെ രാത്രി വളരെ വൈകിയാ കിടന്നത്. രാത്രി മുഴുവൻ രണ്ടും മൊബൈലിലായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, ഞാൻ ജോലിക്ക് പോകുന്ന ഡോക്ടറുടെ വീട്ടിലെ പിള്ളേർക്ക് 2 പേർക്കും ഫോണോ ടിവിയോ ഒന്നും വെച്ച് കൊടുക്കാറില്ല. അവിടുത്തെ മാഡം പറയുന്നതേ, ചെറിയ കുട്ടികൾ ടിവിയും ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാ. അവര് വായിച്ചു വളരണത്രേ. എല്ലാ കണ്ടുപിടുത്തങ്ങളും നന്മയ്ക്ക് വേണ്ടിയാ. പക്ഷെ അത് കൂടുതലാവുമ്പോഴാണ് പ്രശ്നം, അല്ലേ? ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാ. അധികമായാൽ അമൃതും വിഷമെന്നല്ലേ പറയുന്നത്. ചെല്ല്, നീ കാപ്പി ഉണ്ടാക്ക്. ലക്ഷ്മി, എന്തോ? നമുക്ക് 3 പേർക്ക് മതിയേ, അപ്പൂന് വേണ്ട. എന്താ? അവനെ ഇഡ്ഡലിയും ദോശയും പുട്ടും ഒന്നും ഇഷ്ടമല്ല. അവൻ ബ്രെഡും ജാമും കഴിച്ചോളാന്നാ പറയുന്നേ. വിദേശത്ത് പോയെന്ന് വെച്ച് നാടിനെ മറക്കാവോ? കുഞ്ഞു മലയാളം പറയുന്നത് തന്നെ അത്ഭുതം. അത് നന്ദനുള്ള ക്രെഡിറ്റാ. അവൻ വീട്ടില് മലയാളമേ സംസാരിക്കുള്ളൂ. അപ്പൊ സാറിന് നാട്ടിലെ ഭക്ഷണങ്ങൾ ശീലിപ്പിച്ച പോരെ? ജാനകി പണ്ടേ അടുക്കള കാര്യത്തിൽ ഭയങ്കര മടിച്ചിയാ. ആ മടിക്ക് മുമ്പിൽ ചിലപ്പോ അവൻ തോറ്റു കാണും. ആഹാരമല്ലല്ലോ, കുടുംബമല്ലേ വലുത്. അതെ അതെ. ഹലോ. ഗുഡ് മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ്. നീ ഇതുവരെ എണീറ്റില്ലേ? അവിടെ നേരം വെളുത്തു എന്ന് വെച്ചിട്ട് ഇവിടെ നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഞാൻ എണീറ്റിട്ട് വിളിക്കാടി. നീ ഇത്രയും വളർന്നില്ലേ, ഒരു കുഞ്ഞിന്റെ അമ്മയും ആയി. ഇപ്പോഴും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാൻ എന്തൊരു ആകാംക്ഷയാ. ഈ നുണ പറയുന്ന സമയത്ത് കുഞ്ഞിന്റെയും ഭർത്താവിന്റെയും കാര്യം നോക്കിയിരുന്നൂടെ നിനക്ക്? അമ്മേ, നന്ദേട്ടൻ ഓഫീസിലും അപ്പു സ്കൂളിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രവാസി പെണ്ണുങ്ങൾക്ക് മറ്റുള്ളവരെ പി പറയുന്നതാണ് സന്തോഷം. പിയോ? പരദൂഷണം പറച്ചിൽ. നിനക്ക് ജനിച്ചതൊരു പെൺകുട്ടി ആവാഞ്ഞത് ഭാഗ്യം. അതെന്താ അമ്മേ? നിന്റെ ഈ പി സ്വഭാവം കണ്ടല്ലേ അവളും വളരേണ്ടത്. നിനക്ക് ഈ പരദൂഷണശീലം എവിടുന്ന് കിട്ടി? അതറിയില്ലേ? എന്റെ അച്ഛൻ കേശവപിള്ളയുടെ അമ്മ ഗ്രേറ്റ് പാർവതിക്കുട്ടിയമ്മയുടെ കയ്യിൽ നിന്ന്. എന്റെ അച്ഛാമ്മയാണ് എന്റെ ഗുരു. അമ്മയെ കുറിച്ച് ഒരുപാട് നുണ പറഞ്ഞ് അച്ഛൻ്റെ വഴക്ക് വാങ്ങി തന്നത് അമ്മ പറഞ്ഞ ഞാൻ മറന്നിട്ടില്ലേ? ഞാനേ സൂസനെ ഒന്ന് വിളിക്കട്ടെ.
ഇന്നലത്തെ മലയാള സമാജത്തിന്റെ പ്രോഗ്രാമിന് ശേഷം അവിടെ എന്തൊക്കെയാ ഉണ്ടായെന്നൊന്ന് അറിയണമല്ലോ. ആഹാ, കിടക്കപ്പായിനെ കളി തുടങ്ങിയോ? അപ്പോ ഒന്ന് എഴുന്നേറ്റ് വന്നേ. കുളിച്ച് ഫ്രഷ് ആയിട്ട് കളിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാം. പ്ലീസ് അമ്മാമേ, എനിക്കിപ്പോ വിശപ്പില്ല. എനിക്ക് വിശപ്പ് വരുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. അമ്മ ഒന്ന് പോയേ. ഫ്രിഡ്ജ് നിറയെ പാത്രങ്ങളാണല്ലോ. ഇന്നലെ ഉണ്ടാക്കിയത് ആരും കഴിച്ചില്ല. കളയാനൊട്ട് മനസ്സും വന്നില്ല. വിശക്കുന്ന വയറിനെ അന്നത്തിന്റെ വില അറിയൂ. ഞാൻ കൊണ്ടുവയ്ക്കോളാം ആയമേ. വളരെ സന്തോഷം. ഇത് നല്ല രസമുള്ള കളിയാണല്ലോ. അമ്മൂമ്മയ്ക്കും കൂടെ കളിച്ച കൊള്ളാന്നുണ്ട്. ആ പിന്നല്ലാതെ. അപ്പു പഠിപ്പിച്ചു തന്നാൽ അമ്മൂമ്മ കളിക്കാം. നമുക്ക് മത്സരിക്കാം, ആർക്കാ കൂടുതൽ പോയിന്റ് കിട്ടുന്നതെന്ന്. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുതരാം. അവളോട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ. ഓ ഇല്ല 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 ഇല്ല. എപ്പോ? അമ്മാമ്മ എന്തൊരു മെഡിക്കുക. ഓ അത് ശരി. എന്നെ പല ഗെയിമിലും തൂപ്പിച്ചു. ആ അമ്മേ. ആ ആ ആ ആ ഇല്ല ഇല്ല ഇല്ല. ഞാൻ അമ്മയോട് പറയണേ. എന്താ കേക്കണില്ലേ? ആ ഞാൻ എന്ത് പറയാൻ വന്നാലും എപ്പോഴും ഫോണിൽ തന്നെ. എടാ അപ്പു, നിക്കടാ അവിടെ. നിന്നോടല്ലേ പറഞ്ഞു നിക്കാൻ. എടാ അപ്പു, അപ്പു നിന്നോടല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞത്? തുറക്കടാ വാതിൽ. നിന്നോടല്ലേ പറഞ്ഞത്? എന്താ ജാനകി പ്രശ്നം? അമ്മ ഇത് കണ്ടോ? അപ്പു എന്റെ ഫോൺ എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് സാരമില്ല. അതിനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. നീ എനിക്കൊരു പുതിയ ഫോൺ കൊണ്ടുവന്നില്ലേ, അത് നീ അങ്ങ് എടുത്തോ. എനിക്ക് എന്റെ പഴയ ഫോൺ മതി. മോളെ, മുതിർന്നവരെ കണ്ടാ കുട്ടികൾ പഠിക്കുന്നത്. നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നും, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം കുറ്റം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവനവന്റെ തെറ്റുകൾ അവനവൻ മനസ്സിലാക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്നതാ മോളെ. നീ പലരുടെയും കുറ്റം പറയുമ്പോൾ നീ ആലോചിക്കണം, നീ എല്ലാം തികഞ്ഞവളാണോന്ന്. നമ്മുടെ കുട്ടികൾക്ക് അവരവരുടെ വീടായിരിക്കണം അവരുടെ വിദ്യാലയം, നമ്മളായിരിക്കണം അവരുടെ ഗുരു. മനസ്സിലായോ?
എനിക്ക് ഉദാത്തമായ ഉപദേശങ്ങളൊക്കെ തന്നിട്ട് അമ്മ ഇപ്പൊ അപ്പുനെ പോലെ ഒരു മൊബൈൽ അഡിക്റ്റ് ആയി തോന്നുന്നു. ഓക്കേ, ഞാൻ ഇപ്പൊ പഠിച്ചുതരാം. എന്നിട്ട് നമ്മൾ താഴെ സ്ലൈഡ് ചെയ്യുമ്പോൾ വിക്കറ്റ് കിട്ടും. ആയ്മയ്ക്ക് നിങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോ മുതൽ എന്തൊരു സന്തോഷായിരുന്നെന്നോ. ആ അപ്പൂന്റെയും ചേച്ചിയുടെയും മുറിയും ഒക്കെ വൃത്തിയാക്കിയത് ആയ്മയും കൂടിയാ. പാവം ഒറ്റയ്ക്കല്ലാതെ ഈ വീട്ടിൽ എന്ത് ചെയ്യാനാ. ചേച്ചിക്ക് അറിയോ, നിങ്ങളുടെ പേരിൽ അർച്ചനയും കഴിപ്പിച്ച് നാമജപമായിട്ട് ഇരിപ്പ. പിന്നെ തൂപ്പും തുടപ്പമായിട്ട് ഞാനൊരു 2 മണിക്കൂർ കാണും. ആയ്മ ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിച്ചോളൂ എന്നൊക്കെ പറയും. കഴിച്ചാ കഴിച്ചു. Jump, jump, up, jump, jump, right. Cha, cha, cha. Suwa. ആ അമ്മാമ്മ വീണ്ടും ജയിച്ചു. അപ്പുവേ, ഇനി ഇതിൽ വേറെ ഗെയിമൊന്നും ഇല്ലേ? എനിക്ക് ബോറടിച്ചു തുടങ്ങി. കളിച്ചത് തന്നെ വീണ്ടും വീണ്ടും കളിക്കുക. ഉള്ള ഗെയിം എല്ലാം നമ്മൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഇനി എന്താ ചെയ്യാ? അപ്പു റിയൽ ഗെയിം കളിച്ചിട്ടുണ്ടോ? റിയൽ ഗെയിമോ? ഇന്ന് വെച്ച് ഈ സ്ക്രീനിൽ കണ്ടോണ്ടല്ലേ അപ്പു കളിക്കുന്നേ. അതെ. അപ്പോ അപ്പുവിന്റെ മാത്രമായിട്ടൊരു ലോകം. അങ്ങനെ സ്ക്രീനിൽ കാണുന്ന ലോകത്തൊക്കെ അപ്പു നേരിട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തായതാ മാമേ, ഇതൊക്കെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത സ്ഥലങ്ങളല്ലേ? ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടാലും കേട്ടാലും അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ആ, അത് ശരിയാണല്ലോ. അമ്മാമ്മ കാഴ്ചകളും അനുഭവങ്ങളും കഥകളും ഒക്കെ ആയിട്ടുള്ള റിയൽ ഗെയിം അപ്പുവിന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ആ എങ്ങനെയുണ്ട്? അടിപൊളി. ഒന്നുകൂടെ വേണം. ആ
അമ്മാമേ ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൂന് അമ്മമ്മ വിട്ടു പോവാൻ തോന്നുന്നില്ല. പോയല്ലേ പറ്റൂ മോനെ. സ്കൂൾ തുറക്കാറായില്ലേ. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും കൊണ്ടല്ലേ വന്നത്. അമ്മാമേ ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചോളാം. അതൊക്കെ അച്ഛനുമായി ആലോചിച്ച് തീരുമാനിക്കാം. എവിടെയായാലും പഠിച്ചാൽ പോരെ അമ്മേ. അത് സമ്മതിച്ചു. നീ വലിയ കുട്ടിയാവുമ്പോ അച്ഛനോട് പറഞ്ഞ് ഹൈസ്കൂളിൽ ഇവിടെ ചേർക്കാം. നീ ഇപ്പൊ കുഞ്ഞല്ലേ, നീ തൽക്കാലം പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മാമ്മയും അപ്പുവിന്റെ അച്ഛനോട് പറയാൻ കേട്ടോ. അപ്പു ഇവിടുന്ന് പോകുമ്പോ ആരാണ് അമ്മാമ്മേ എനിക്ക് കഥ പറഞ്ഞു തരണേ? അപ്പുവിന് അടുത്ത അവധിക്കാലം വരെ വായിക്കാനുള്ള പുസ്തകങ്ങള് അമ്മമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ പഠനത്തിന് ശേഷം അത് വായിക്കണം കേട്ടോ. നേരെ ഒരുപാടായി. അപ്പു കിടന്നു. അമ്മേ ഭയങ്കര അത്ഭുത തോന്നുന്നേ. അമ്മയുടെ ഒരു മാജിക് തന്നെ. 2 ആഴ്ച കൊണ്ട് അപ്പൂന് എന്താ ഒരു മാറ്റം. അവനിപ്പോ ഫോണും വേണ്ട, ഒന്നും വേണ്ട. അവന്റെ അമ്മാമ്മ മാത്രം മതി. നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈലും തൂക്കിപ്പിടിച്ച് നിന്നെയും കാണാറേ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാതാപിതാക്കള് 24 മണിക്കൂറും മൊബൈലില്ല. പോരാത്തതിന് അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിലും കൂടി ഓരോ മൊബൈൽ കൊടുക്കും. പിന്നെ അവർക്ക് ഉണ്ണാനും ഉറങ്ങാനും എല്ലാം മൊബൈല് തന്നെ. പതിയെ പതിയെ അവർക്കൊരു അഡിക്ഷനായിട്ട് മാറും. ശരിയല്ലേ? അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇതൊന്നും ഉപയോഗിച്ചൂടാന്ന് പറഞ്ഞാ അവര് മാനസികമായിട്ട് തകർന്നു പോവില്ലേ? വാശി പിടിച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്തകൾ വരുന്നത് നമ്മൾ എന്നും കാണുന്നതല്ലേ. വല്ലാത്തൊരവസ്ഥ തന്നെയാ. ഇതൊക്കെ ഒഴിവാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മാക്സിമം സമയം നമ്മൾ അവരുടെ കൂടെ ചെലവഴിക്കണം. നമ്മൾ തന്നെയാണ് അവരുടെ ഫ്രണ്ട്സ് എന്നുള്ള ഒരു തോന്നല് അവരിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. എന്തും തുറന്നു പറയാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാകും. എല്ലാ വീടുകളിലും മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനിടയിൽ കുട്ടികളെ വലിച്ചഴക്കരുത്. അതുപോലെ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലാതെ എന്ത് മാജിക്ക്. അപ്പോ സൂക്ഷിച്ചിറങ്ങണേ. ആ അമ്മാമേ എന്തോ പായസത്തിനുള്ള പാല്. ആഹാ ഉണ്ണിയപ്പം അടിപൊളിയാണല്ലോ. ആഹാ ആയമേ, സദ്യക്കുള്ള പച്ചക്കറികളെല്ലാം റെഡി. ആ കാര്യമൊക്കെ ശരിയാ. ഇന്ന് നമ്മുടെ കൂടെ സദ്യ കഴിച്ചട്ടെ ലക്ഷ്മിയെ നമ്മൾ ഇവിടുന്ന് വിടും. അപ്പൂനോടൊപ്പം സദ്യ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ പിന്നെ തുടങ്ങിക്കോ. ആ അപ്പൂനെ അമ്മാമ്മയെ കുറിച്ച് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അപ്പൂന് ഇവിടുന്ന് പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അവന് പോയല്ലേ പറ്റൂ. അവന്റെ സ്കൂള് തുറക്കാറായില്ലേ. ആ അമ്മാമേ അപ്പു അറിയാതെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞേ. അതിന് അപ്പു അമ്മൂമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോനെ. അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൂന് ഇനി ഇത് വേണ്ട.
എനിക്ക് പുസ്തകം മതി. ആ ലക്ഷ്മി ഇറങ്ങട്ടെ. ആ അപ്പു ടൈമായി, വാ നമുക്ക് ഇറങ്ങാം. അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൂന് പോവാൻ സമയമായി.